ഞാൻ ഭക്ഷണം തറവാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കഴിച്ചു. നല്ല അടിപൊളി വെറുംചോറും മോര് കറിയും ബീഫ് വരട്ടും അല്ലേ. ഈ വധശിക്ഷ ഒഴിവാക്കാനും വേണ്ടിയിട്ട് അയാളെ മോചിപ്പിക്കാനും വേണ്ടിയിട്ട് 34 കോടി രൂപയാണ് ഈ കുട്ടിൻ്റെ കുടുംബം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൈസ പിരിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും, എല്ലാ സംഘടനകളും, പ്രവാസികളെ കൂട്ടായ്മ എല്ലാവരും പൈസ പിരിക്കുന്നുണ്ട്. 13 കോടിയോളപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ആപ്പിൽ നോക്കിയപ്പോൾ 13 കോടി സംതിങ് അയക്കണം. 34 കോടിയാണ് ആകേണ്ടത്. ഇനി ആകെ 4-5 ദിവസമുള്ളൂ ഇതിൽ ബാക്കിയുള്ളത്. യോൻ എന്താ പരിപാടി ഇന്നെന്താ പരിപാടി? ഇന്നേതാ ദിവസം? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ലേ? നമ്മളെ സുങ്ക്രമണി ഇതൊക്കെ സുങ്ക്രമണി ഓണെന്നാ മാറുന്ന. അപ്പോൾ നമ്മളെ മാറിക്ക് നമ്മളെ സുങ്ക്രമണിൻ്റെ ഫസ്റ്റ് പെരുന്നാളാണല്ലേ ഇന്ന്. ഓനിതൊക്കെ കൗലിനൊക്കെ അല്ലേ. ഉറക്കത്തുനിന്ന് ഇച്ചിങ്ങാണ്ട് കണ്ണൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഉറങ്ങി. വീണ്ടും ഉറങ്ങാനാണ്. ഇജെന്താ കണ്ടു കുറിച്ചാണ്? ഇജ് പോരണോ? എടി നൂനോ പള്ളിയൊക്കെ വരണോ? ഞാൻ പള്ളിയൊക്കെ പോകട്ടെന്നാ. ആദൂസ് എന്ത് പറയണേ? ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസമായിട്ട് നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്, നോൽമ്പിന് നമ്മൾ വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പള്ളിക്കൊക്കെ ഒന്ന് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഒരു പെരുന്നാൾ ആശംസകൾ വീണ്ടും ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ അതാ നമ്മൾ പള്ളിക്ക് എത്തി. നൗസാദ അതാ എൻ്റെ ട്രൗസർ കാണുന്നില്ലല്ലോ അപ്പോൾ. അപ്പോൾ ശരിയാണ്. ഞാൻ ട്രൗസർ ഇട്ട് കണ്ടാണ് നിൽക്കുന്നത്. കുഞ്ഞാപ്പ് വന്നു, ആദ്യം വന്നു അല്ലേ. പ്രത്യേകിച്ച് തീക്ക് നോക്കണ്. ഈദ് മുബാറക്. ഈദ് മുബാറക്. എവിടെ സാറല്ലേ? അസ്സലാമു ഈദ് മുബാറക്. അങ്ങനെ കണ്ടോ? നമ്മൾ ഉസ്താദ് പള്ളിൻ്റെ ഉള്ളിൽ കയറി. അതിലൊക്കെ നോക്കി, അതിലൊക്കെ എഴുതിയിരിക്കുന്നത്, അതിലൊക്കെ ഇതിൽ ശരിക്കും നോക്കി. അസ്സലാമു അലൈക്കും, ഈദ് മുബാറക്. സാറല്ലേ ഉള്ളതാണോ? പുറത്ത് പോകും. എവിടെ ചങ്ങായിമാർ അത് പള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ മമ്പറത്ത് കണ്ടിട്ടമായിരിക്കണമായി ഇരുന്ന എങ്ങനെ ഒന്ന് പള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ആ സോഫിലൊക്കെ ക്ലിയർ ആയിട്ട് നിൽക്കട്ടെ. നിസ്കാരം തുടങ്ങാനായി ഉണ്ടോ? നിസ്കാരം തുടങ്ങാനായി വേഗം ഉണ്ടായിക്കോളി.
അതൊന്ന് കത്തിച്ച കത്തൂലേ? ആ ഈ അടിപൊളി കേട്ടോ. ആര് പോവാലിട്ടോ ഫോട്ടോ ഉണ്ട്, ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് പോലെ. അത് വമ്പൻ ഫോട്ടോ ആണ്. എവിടെ നടക്കണേ? ഇവിടെ ക്ലിയറാ, അടിപൊളിയാണ്. അത് റെഡിയാണ്. ഞാപ്പൊക്കെ നോൽപണ് നോറ്റിക്കാണ്ടൊക്കെ പകുതിയാണ് നോൽപണ് നോറ്റിട്ടൊക്കെ ഇടുക്കി ആദ്യം നിൽക്കാത്തവരെ. അല്ല ഹാദിയ എന്ത് പരിപാടി? ഞാൻ എടുത്ത ഷർട്ട് ഇട്ടിക്കണേ. എന്താ ഒരു പരിപാടി? എന്താ അല്ല സംഗതി വല്ലതും നടക്കുവോ? അക്കോ വല്ലതും നടക്കടാ? എന്താ നിങ്ങളെ കയ്യിലൊക്കെ ഒരു സാധനം? എന്താണ്? അല്ലാ മാഷാ അല്ലാ. ഇ.ടി. മുഹമ്മദ് ബഷീറിന് വോട്ട് അഭ്യർത്ഥിച്ചിട്ടോ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എല്ലാവരും നമ്മളെ മലപ്പുറം മണ്ഡലം UDF സാരഥി ബഹുമാനപ്പെട്ട ഇ.ടി. മുഹമ്മദ് ബഷീർ അവർക്ക് വോട്ട് ചെയ്ത് വൻ വിജയത്തോടെ, വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ? ദിവസമാണ് ഇവിടെ തന്നെ ഒരു 5 വയസ്സന്മാരിക്കണ്ടില്ലേ? ഒരു 4-5 വയസ്സന്മാർ ഇതായിരിക്കണേ അല്ലേ? ഇതിൽ വലിയ വയസ്സനാണിത്. പെരുന്നാളായതുകൊണ്ട് എനിക്ക് ഇതെൻ്റെ പെരുന്നാൾ ഡ്രസ്സാ? ഇത് കറുത്ത എനിക്കൊരു ദുഃഖമാതിരി കറുത്തായിട്ട് ഇങ്ങനെ പെരുന്നാൾ അടിപൊളിയായിട്ടുണ്ടോ? എന്താ മോനെ പറഞ്ഞേ? പറയാൻ തോന്നില്ല, ചെറുപ്പക്കാരായ ഇത് കാണുന്നവർക്ക് അറിയാലോ. എന്തായാലും ഇതിനൊക്കെ വാറുണ്ടാവില്ല. മേമലേക്കാ എന്താ വർത്താനം? പെരുന്നാളൊക്കെ സാറായില്ലേ? നിങ്ങളൊക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ഫുഡില്ലടാ, ഫുഡില്ലാത്ത സാധനം വന്നിട്ടോ. അടിപൊളി ജ്യൂസ് വന്നിക്കണ്. ഇതെന്ത് ജ്യൂസാണടി? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പെരുന്നാളിന് ആദ്യമായിട്ട് ചായ ഒന്നും കുടിച്ചല്ല, ആദ്യമായിട്ട് തന്നെ ജ്യൂസാണ് പോകുന്നത് അല്ലേ ലുല്ലാസേ? അല്ലേ ജ്യൂസാണ് ആദ്യമായിട്ട് കുടിക്കണേ അറിയാം. എടാ എന്താ ഇഞ്ഞും പേരുണ്ടോ സാധനം? എന്താ സാധനം അവിടെ? എന്താ തന്നെ? എന്താ പൂയാ എത്ര അടുത്ത വരുന്ന എന്തോ സാധനം വരുന്നുണ്ടല്ലോ? അള്ളാഹു റബ്ബേ മാഷാ അല്ലാ. എന്നാ കേക്കണം. എന്നാ പെരുന്നാൾ ഇവിടെ തന്നെ ഉണ്ടോ? ഇതെന്താ തൂമോ? എന്താ സാധനം?
ഇത് ഉസാറായിക്കണെന്നാലേ ഇത് സംഭവം തിരക്കില്ല കേട്ടോ ഒന്ന്. ഇനി അടുത്ത എന്താണ്ട് വരുന്ന വേഗം കൊണ്ടുവരും ഇത് കഴിഞ്ഞപ്പോൾ അതിന് അടുത്ത കേട്ടോ. അതെ അതെ. അപ്പോൾ അതാ നമ്മളെ അന്ത്രപ്പാടിൻ്റെ അവിടെ ഇതാണ് ഇന്ന് ബമ്പം പരിപാടിയാണ് ഇവിടെ. ഇതാണ് ഇവന്റെ പെരയിലാണ് ഞങ്ങളിപ്പോൾ പള്ളി കഴിഞ്ഞേക്ക് ഇവിടെ വന്നിരിക്കാണ്. ഇത് പുഡിങ്ങാണ്. ഇത് ബമ്പം വെറൈറ്റി പുഡിങ്ങാണല്ലേ. അപ്പൊ ഇതൊന്നും തീരുമാനമാക്കട്ടെ എന്നിട്ട് നോക്കാം. വൈറലാവും നിങ്ങളൊക്കെ വൈറലാകും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ആരുതാണോ? കുഞ്ഞോന്റെ ഡ്രസ്സ്. ഇത് സാറായി ഇത് കുഞ്ഞുമോൻ കുട്ടിയാ. മൊബൈൽ ഇവിടെ ഉണ്ട്. ഒരു ടാറ്റ അടിക്കാം. ഓണ്ടാവും ബ്ലോഗിൽ ഒരു ടാറ്റ അടിക്കാം. എവിടേക്ക് പോണ്? അപ്പോൾ ഗായ്സ് നമ്മളെ നോൽമ്പും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞില്ലേ നൂനു? കഴിഞ്ഞോ? അപ്പോൾ നമ്മൾ പെരുന്നാളിന് രാവിലെ അങ്ങനെ നീച്ച എല്ലാ പരിപാടിയും കഴിഞ്ഞ് പള്ളിക്ക് പോയി ഫസ്റ്റിൽ എളാപ്പാൻ്റെ മായൻ്റെ അവിടെ പോയി, പിന്നെ എളാപ്പാരുടെ അവിടെ പോയി, അങ്ങനെ പോയി ഞാൻ ഭക്ഷണം തറവാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കഴിച്ചു. നല്ല അടിപൊളി വെറുംചോറും മോര് കറിയും ബീഫ് വരട്ടും അല്ലേ. പിന്നെ നമ്മൾ പെരയിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. ഇവരെ വരേക്ക് ചെട്ടിയാർമ്മക്ക് പോന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ അവിടുന്ന് നല്ല ഫ്രൂട്ട് സലാഡും കഴിച്ചു. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ നോൽമ്പിന് ഞാൻ പറഞ്ഞില്ല, നോൽമ്പിന് നമ്മൾ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായില്ല. നോൽമ്പിന് എത്ര വ്ളോഗ് എടുക്കാൻ ഈ ബത്തക്കയും സമൂസയും കടലേറ്റും നാരങ്ങളെല്ലാം എടുക്കാണ്ടായിരുന്നത്. നമ്മൾ ഇപ്രാവശ്യം എന്തായാലും കാര്യമായിട്ടൊന്നും നോൽമ്പിന് വെറും ഒരു നാരങ്ങള്ളം, പിന്നെ 1-2 വട്ടം മറ്റേ ഇളനീർ പൾപ്പ് ഉണ്ടാക്കിയില്ലേ, ജ്യൂസ്. അതിനുള്ള ഞങ്ങൾ കാര്യമായിട്ട് ഉണ്ടാക്കിയില്ല. ഒരു എണ്ണക്കടി പോലും നമ്മൾ ഇപ്രാവശ്യം പെരയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം ആരെ കൊടുത്തു? ഞാൻ കൊടുത്തിട്ടില്ല. ഇപ്പൊ കൊടുത്തില്ലേ? ഓളെ നമ്മളെ കുറച്ച് അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങള് സമൂസ കൊടുന്നേക്കണ്. വേറൊരൊറ്റ ദിവസം എണ്ണക്കടി എന്ന് പറയുന്ന സംഭവം ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, തിന്നിട്ടില്ല. അതുകൊണ്ട് നല്ല സുഖമായിരുന്നു പ്രാവശ്യം നോൽമ്പ്. മറ്റേത് നോൽമ്പിന് തുറന്ന് ഈ സമൂസയും പിന്നെ ഉന്നക്കായും കടലേറ്റൊക്കെ തിന്ന് ആകെ ഭൂന്ന് പറഞ്ഞാൽ ഒന്നിനും കഴിയൂല, പിന്നെ തിന്നാനും വേണ്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൽമ്പ് നല്ല സുഖസുന്ദരമായിട്ട് ഈ ചൂടത്ത് കഴിഞ്ഞു. പിന്നെന്താ പറയുക, ഇപ്രാവശ്യം തറാവി തന്നെ എൻ്റെ ജീവിതത്തിൽ തറാവി ഫുള്ളായിട്ട് കിട്ടണത് ഈ കൊല്ലാണ് കേട്ടോ. മറ്റേത് നമ്മൾ എങ്ങനെയായാലും 1, 2, 3, 5 ഒക്കെ പിന്നെ ഒഴിവാകലുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത് ഒഴിവായത് നമ്മളെ കൊറോണയിൽ ഞാനൊരു മാസത്തോളം സുഖമില്ലാതെ കടന്നു. അങ്ങനെ ഒരു 8-9 തറാവി പോയി. ഇപ്രാവശ്യം തറാവി നിസ്കരിച്ചിൻ്റെ പോലീസ പറയല്ല കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ അടുത്ത പ്രാവശ്യങ്ങൾ ഞാനും ഒന്ന് ഫുള്ളാക്കിയാലോ എന്ന് കരുതിയാലോ എഴുതിയിട്ടാണ്. അല്ലാതെ നമ്മൾ തറാവിക്ക് പോയിൻ്റെ അത് കൂലി കളയാൻ വേണ്ടിയിട്ട് പറയല്ല. കാരണം ഞാൻ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫുള്ള് തറാവി ഇപ്പോൾ ഈ ആദ്യമായിട്ട് തന്നെയാണ് കിട്ടുന്നത്, ഇല്ലതാണ് പറയാലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഇപ്പോൾ അടിച്ച് പൊളിച്ച് പെരുന്നാൾ ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് ഇപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഓരോ വഴിക്ക് നീങ്ങിയക്കാരെ ടൂറായിട്ടും മറ്റേതായിട്ടും ഭയങ്കര സന്തോഷത്തിൽ. ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മളെ ഒരു സഹോദരൻ 18 വർഷമായി സൗദി അറേബ്യയിൽ ജയിലിൽ കിടക്കുകയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് സൗദി ഗവൺമെൻറ് തല വെട്ടാനുള്ള ഇത് വിധിച്ചിരിക്കണ്. അതായത് അദ്ദേഹം ജോലി ചെയ്യണ അവിടുത്തെ എല്ലാവർക്കും അറിയാം ഈ സംഭവം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പറയാതെക്കാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം ഒരു സുഖമില്ലാത്ത കുട്ടീനെ നോക്കുന്ന ഒരു ജോലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പം മൂപ്പര് അങ്ങനെ എന്തോ ഒരു അബദ്ധവശാൽ അത് ഒരു യന്ത്ര സാമഗ്രികൾ കൊണ്ട് ജീവിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആ യന്ത്രം എടുത്തു കഴിഞ്ഞാൽ കുട്ടീൻ്റെ ജീവൻ പോകും. അപ്പം അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ ട്രാഫിക്കിൽ നിന്ന് ഈ കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടി എന്തോ ചെയ്തപ്പോൾ അത് തട്ടി ഒഴിവാക്കിയപ്പോൾ അങ്ങനെ എന്തോ ചെയ്ത് തട്ടി ഒഴിവാക്കിയപ്പോൾ ആ കുട്ടീൻ്റെ യന്ത്രം ചാടി അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടു ആ വണ്ടിയിൽ നിന്ന്. അപ്പോൾ കൊലക്കുറ്റത്തിന് കേസ് കൊടുത്തു ഈ കുടുംബം. അങ്ങനെ ഇപ്പോൾ 18 വർഷമായി കാരാഗ്രഹത്തിൽ, സൗദി അറേബ്യയിൽ കാരാഗ്രഹത്തിലാണ്. അപ്പോൾ ആ അബ്ദുറഹീം എന്ന് പറഞ്ഞ വ്യക്തി അയാളെ മോചനത്തിന്
ഈ വധശിക്ഷ ഒഴിവാക്കാനും വേണ്ടിയിട്ട് അയാളെ മോചിപ്പിക്കാനും വേണ്ടിയിട്ട് 34 കോടി രൂപയാണ് ഈ കുട്ടിൻ്റെ കുടുംബം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൈസ പിരിച്ചുകൊണ്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ആപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് ചിലപ്പോൾ പൈസ എങ്ങനെ അയക്കുക എന്നുള്ളത് അറിയില്ല. ഈ സംഭവം എല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പല വഴിക്കും പൈസ പിരിച്ചിട്ടുണ്ട്. പല സംഘടനകൾ KMCC മറ്റും പിന്നെ മതസംഘടനകളും എല്ലാ സംഘടനകളും പ്രവാസികളെ കൂട്ടായ്മ എല്ലാവരും പൈസ പിരിക്കുന്നുണ്ട്. 13 കോടിയോളം. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ ആപ്പിൽ നോക്കിയപ്പോൾ 13 കോടി സംതിങ് അയക്കണം. 34 കോടിയാണ് ആകേണ്ടത്. ഇനി ആകെ 4-5 ദിവസമുള്ളൂ ഇതിൽ ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയുന്ന സഹായം, നമ്മൾ ഈ പെരുന്നാളിന് അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്, പൈസ പിന്നെ ആവശ്യമായിട്ടൊക്കെ നമ്മൾ ചിലവാക്കുന്നുണ്ട്. അവനാന് കഴിയുന്ന പൈസ 100, 200, 500 എത്ര എങ്ങൾക്ക് കഴിയുന്നത് കഴിയുന്നത് അവനാനും അറിയാം. അപ്പോൾ ആ ഒരു നമ്മളൊരു സഹോദരൻ, നമ്മളെ കൂടപ്പുറപ്പ് എന്ന് കരുതിങ്ങാണ്ട് ഈ സംഗതി നമ്മളെ കുടുംബത്തിൽ നമ്മളാർക്കെങ്കിലും അത് നമുക്ക് വരിക, അതല്ലെങ്കിൽ നമ്മളെ പിന്നെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആണ് ഈ സംഭവം വന്നിക്കണമെന്നുള്ളത് ഒന്ന് ആലോചിച്ചാൽ മതി. ആ ഒരു ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ആളെ ഉമ്മാൻ്റെ കണ്ണീര് കണ്ടാൽ എന്തായാലും നമ്മളത് കഴിവിടില്ല. അപ്പോൾ എന്തായാലും അവനാൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ പിന്നെ മൂപ്പര ജയിലിൽ നിന്ന് മോചിതാക്കിങ്ങാണ്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ട് സഹായിക്കുക. കാരണം അത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 4-5 ദിവസമുള്ള ഇനി ബാക്കിയുള്ളത്. ഈ പൈസ 34 കോടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ റഹീം പിന്നെ ജീവനോടല്ല, ദുനിയാവിലില്ല. നമുക്ക് ഇങ്ങനെ അല്ലാതെ വേറെ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത് ഈ കുടുംബത്തിൻ്റെ ഇരുത്തിലുള്ള സംഗതിയാണ്. ഓല് പിന്നെ മാപ്പപേക്ഷ കൊടുക്കണം എന്നെങ്കിലുള്ളൂ അവിടുന്ന് പോരുക. അപ്പോൾ അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 34 കോടി റുപ്യ അവിടെ എത്തിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പൈസ അയക്കാനുള്ള ഈ ആപ്പിൻ്റെ ലിങ്ക് ഇതിൽ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് അതിൻ്റെ സ്കാൻ കോഡും ആപ്പ് ലിങ്കും എല്ലാം വന്നിക്കണ്. പല സംഘടനകളെ ആയ രീതിയിൽ അങ്ങനെ കളക്ട് ചെയ്യേണ്ടി എങ്ങനെയായാലും വേണ്ടില്ല, എങ്ങനെയും കൊടുക്കാം. പൈസ എങ്ങനെയെങ്കിലും പിന്നെ എത്തിയാൽ മതി. കാരണം 34 കോടി, ഇപ്പോൾ 13 കോടി സംതിങ്ങും ആയി. ഇനിയിപ്പോൾ ആകെ 4-5 ദിവസമുള്ളൂ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കാര്യമായിട്ട് പരിഗണിക്കുക. കാരണം ഭയങ്കര വിഷമത്തോടെയാണ് പറയുന്നത്. നമുക്ക് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ആ ഒരു അവസ്ഥ 18 വർഷം ജയിലിൽ കടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ വലിയൊരു ശിക്ഷയാണ്. ഇനി അതിൻ്റെ പുറത്ത് കാരണം വധശിക്ഷ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും, കാരണം നമ്മളെ എന്തെല്ലാം നമ്മൾ പൈസ അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അയച്ചോലുണ്ടാവും, നമ്മൾ ഈ വീഡിയോ കാണുന്നവർ കുറേ ആളുകൾ അയച്ചേക്കും. അയക്കാത്തവര് കൊടുക്കാത്തവര് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോ എങ്കിലും എല്ലാവർക്കും, ഈ വീഡിയോ എന്നല്ല പല വീഡിയോ വന്നിക്കണേ, ആ വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടെങ്കിലും ആ കുടുംബത്തെ, ആ ഒരു യുവാവിനെ രക്ഷിക്കാനുള്ള കഴിച്ചിലാക്കാനുള്ള പിന്നെ സഹായങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ നമ്മളെ പെരുന്നാളിൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈദ് മുബാറക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു.